ജയിലിലും പുറത്തും മരണത്തോട് പോലും പൊരുതി നിന്ന പോരാളിയായ റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി വിട പറഞ്ഞിരിക്കുന്നു. ജയിലിൽ എന്നെ കൊന്നാലും ഞാൻ മരിച്ചാലും നിങ്ങൾ തോറ്റുകൊടുക്കരുതെന്ന നവൽനിയുടെ വാക്കുകൾ റഷ്യയിൽ തരംഗമാവുകയാണ്. ലോകത്തെ ഞെട്ടിച്ച നവൽനിയുടെ ജയിൽ മരണത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതിക്കൂട്ടിലാവുന്നു. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മുന്നറിയിപ്പുമായി രംഗത്തുണ്ട്. നോവിച്ചോക്ക് വിഷം കൊണ്ട് കൊല്ലാൻ ശ്രമിച്ച നവൽനിയെ പിന്നീട് ഉത്തര ധ്രുവത്തിലെ തണുത്തുറഞ്ഞ ജയിലിൽ കൊല്ലാക്കുല നടത്തി എന്നാണ് ആരോപണം. വാലന്റൈൻസ് ദിനത്തിൽ പ്രിയതമ യൂലിയ നവൽനിക്ക് അയച്ച പ്രണയ സന്ദേശം അലക്സിയുടെ അവസാന വാക്കുകളായിരുന്നു. ഒരർത്ഥത്തിൽ റൊമാൻറ്റിക് വിപ്ലവ നായകനായിരുന്നു നവൽനി. റഷ്യക്കാരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വപ്നങ്ങളും വർണ്ണങ്ങളും നെഞ്ചിലേറ്റിയ നായകൻ. മാർച്ചിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് പദവിയിലേക്ക് പുടിന് വോട്ട് ചെയ്യരുതെന്ന് നവൽനി അഭ്യർത്ഥന നടത്തിയിരുന്നു. പുടിനടക്കം റഷ്യൻ നേതാക്കൾ നടത്തിയ വൻ അഴിമതിയും കൊള്ളയും പുറത്തു കൊണ്ടുവന്നാണ് അഭിഭാഷകനായിരുന്ന അലക്സി നവൽനി റഷ്യയുടെ വീരനായകനാവുന്നത്. ഒടുവിൽ നവൽനിയുടെ ജീവനെടുക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നവൽനി ഉയർത്തിയ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളെ കുഴിച്ചുമൂടാൻ പുടിന് കഴിയുമോ? നവൽനിമാർ മരിക്കുന്നില്ല. പ്രിയപ്പെട്ടവളെ, നിന്നോടൊത്തുള്ള അനുഭവങ്ങളെല്ലാം സംഗീതം പോലെ സുന്ദരമാണ്. നമുക്കിടയിൽ വൻ നഗരങ്ങൾ, കണ്ണുചിമ്മി ഉയർന്നു പൊങ്ങുന്ന വിമാനങ്ങൾ, മഞ്ഞുപാളികൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ. എന്നിട്ടും ഓരോ നിമിഷവും നിന്റെ സാമീപ്യം ഞാൻ അറിയുന്നു. നിന്നെ ഞാൻ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നു. ഭാര്യ യൂലിയ യവാൽനിക്ക് അവസാന വാലന്റൈൻ സന്ദേശം അയക്കുമ്പോൾ അലക്സി നവൽനി ഭൂമിയുടെ തണുത്തുറഞ്ഞ ധ്രുവത്തിലെവിടെയോ തടവിലായിരുന്നു. അതുല്യമായ പ്രണയമാണ് യഥാർത്ഥ വിപ്ലവകാരിയെ നയിക്കുന്നത് എന്ന് പറയുന്നത് എത്ര ശരി! അല്ലെങ്കിൽ മരണത്തിന്റെ രൂപത്തിൽ ഭരണകൂടം മുന്നിൽ നിന്നപ്പോഴും ഒരാൾക്ക് ഇത്ര ശാന്തനായിരിക്കാൻ കഴിയുമോ? അധികാരത്തിന്റെ പകയേറ്റുവാങ്ങി ജയിലിൽ കിടന്നപ്പോഴും അലക്സി നവൽനിക്കുള്ളിലെ കനലിരിച്ചത് രാഷ്ട്രീയ ബോധ്യമോ പ്രണയമോ എന്ന് വേർതിരിക്കാനാവില്ല. യൂലിയയെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ ലോകത്തെ ഏറ്റവും വിഷാദിയായ മനുഷ്യൻ താനാകുമായിരുന്നു എന്നാണ് കഴിഞ്ഞ ജൂലൈയിലെ ജന്മദിനത്തിൽ അലക്സി നവൽനി പങ്കുവച്ച കുറിപ്പ്. 1998 അവധിക്കാലത്ത് തുർക്കിയിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച. 2 വർഷത്തിനു ശേഷം വിവാഹം. ഇരുവർക്കും 2 മക്കൾ, ടാറിയയും സാഖറും. രാഷ്ട്രീയ ജീവിതത്തിലെ കയറ്റിറക്കങ്ങളിൽ അത്രയും അലക്സി നവൽനിക്കൊപ്പം യൂലിയയുമുണ്ടായിരുന്നു. 3 വർഷം മുൻപ് മോസ്കോയിൽ വന്നിറങ്ങിയ വിമാനത്തിൽ നിന്ന് വ്ളാദിമിർ പുടിന്റെ പട്ടാളം നവൽനിയെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ നിസ്സഹായിയായി നോക്കി നിൽക്കേണ്ടി വന്നു യൂലിയയ്ക്ക്. അന്നായിരുന്നു അവസാന ചുംബനം. പിന്നീട് കോടതി മുറികളിൽ എത്തിയപ്പോഴൊക്കെ അലക്സിയുടെ കണ്ണുകൾ തേടിയത് പുറത്തേക്കുള്ള വഴിയല്ല, യൂലിയ എവിടെയെന്നാണ്. 3.5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട് കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ യൂലിയയെ നോക്കി അയാൾ കൈകൾ കൊണ്ട് ഹൃദയം വരച്ചു. ഈ ചിത്രം ലോക മനസ്സാക്ഷിയെ ഇന്ന് നീറ്റുന്നുണ്ട്.